അനീഷ് ബിഗ് ബോസ് ഹൗസിന് പറ്റിയ 916 പത്തരമാറ്റ് തലയാണ് എന്നുള്ളത് ഞാൻ അടുത്തിടെ ഒരുപാട് തവണ പറയേണ്ടി വന്നിട്ടുണ്ട്. അത് അനീഷിന് വേണ്ടിയിട്ടുള്ള PR വർക്കാണെന്ന് പറയുന്നവരും, പിന്നെ അതുപോലെ അനുമോളെ പറയുമ്പോൾ അനുമോളിന് വേണ്ടിയിട്ടുള്ള PR വർക്കാണെന്ന് പറയുന്നവരും ധാരാളമാണ്. പക്ഷേ എനിക്ക് ഇന്നലത്തെ ദിവസം എനിക്ക് ലൈവ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം വീഡിയോ ചെയ്യാഞ്ഞത്. മറ്റ് വീഡിയോസൊക്കെ കേട്ട് അതിനെക്കുറിച്ച് പിന്നെ അത് കോപ്പി ചെയ്ത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ലൈവ് കാണാൻ കഴിയാഞ്ഞത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷേ അനീഷിനെ കുറിച്ച് ഇന്നലത്തെ ഗെയിമിന്റെ കാര്യവും പിന്നെ അതുപോലെ തന്നെ ഇനി ലാലേട്ടൻ വരുമ്പോൾ എന്ത് സംസാരിക്കും എന്നുള്ളൊരു കാര്യവും പറയാതെ പോകാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പോയാൽ ഈ ഒരു അനീഷിനെ കുറിച്ചുള്ള എൻ്റെ ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ അതെനിക്ക് എങ്ങും പറയാത്തത് കൊണ്ട് ഞാൻ വിങ്ങി പൊട്ടിച്ചാവും. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ അനീഷ് ചെയ്തത് ശരിയോ തെറ്റോ? ഇന്നത്തെ ഒരു മോർണിംഗ് ടാസ്ക് വരുമ്പോൾ തന്നെ ആ ഒരു മോർണിംഗ് ടാസ്കിൽ പലരും അനീഷിനെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തത്. എസ്പെഷ്യലി ബിന്നി അതിൻ്റെ റിയൽ ആ ഒരു കാര്യം, അതായത് എന്തുകൊണ്ട് അനീഷിനെ നന്നായിട്ട് ചൂസ് ചെയ്യുന്നു, ധൈര്യമുണ്ട് എന്ന രീതിയിൽ ബിന്നി നന്നായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്ക് ഞാൻ കേട്ടു. സപ്പോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു. പറഞ്ഞത് ഇത്രയാണ്, അതായത് ആ ഒരു ടാസ്കിൽ അനീഷ് ഒട്ടും തന്നെ ഈ സീസൺ അവസാനിക്കുന്ന വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. അനീഷ് അത് ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത ആര്യന് ആ കാർഡ് വായിക്കാൻ അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല. അത് വായിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ കാർഡ് അനീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അനീഷ് മിണ്ടില്ല, ആ കാർഡും പിടിച്ച് ഒറ്റ നിൽപ്പാണ്. ബിഗ് ബോസ് ഒരു 3 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഗെയിം ആരംഭിച്ചിട്ടില്ല, അനീഷ് അത് വായിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ബിഗ് ബോസ് വായിക്കാൻ അറിയുന്ന ആരെയെങ്കിലും പുറത്തുനിന്ന് വിളിച്ച് അകത്ത് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പാനിയാണ് ഓടി വരുന്നത്. അത്രയും നമ്മൾ കണ്ട കാര്യമാണ്. അത് അനീഷ് ചെയ്തത് തെറ്റോ ശരിയോ? ബിഗ് ബോസിനെ പോലും അനുസരിക്കുന്നില്ല, ബിഗ് ബോസിനെ ധിക്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും പുറത്തും പറയുന്നുണ്ട്, അത് ബിഗ് ബോസിനകത്തും പറയുന്നുണ്ട്. പക്ഷെ ബിന്നി അതൊന്നും കൺസിഡർ ചെയ്യാതെ അനീഷ് ഒരു നല്ല മൈൻഡ് ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട്, അതുപോലെ ആര്യൻ അവിടെ പബ്ലിക്കായിട്ട് അനീഷിനെ കുറ്റം പറഞ്ഞെങ്കിലും ജിസേലിനോട് രാത്രി നടന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് അനീഷ് കറക്റ്റായിട്ടാണ് കളിച്ചത്, അനീഷ് നന്നായിട്ട് തന്നെ കളിച്ചു, അവൻ മൈൻഡ് ഗെയിമർ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഈ ഒരു സീസണിലെ ഏറ്റവും നല്ല ധൈര്യശാലി അനീഷാണ്. വന്നു കയറിയ ആദ്യ രാത്രിയിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്റ്റാർ ബാഡ്ജ് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചിടം തൊട്ട് അനീഷിനെ നമ്മളെല്ലാവരും നോട്ടമിട്ടു. അതിനും മുന്നേ അനുമോളെ ഒന്ന് ആക്കിയത് തൊട്ടാണ് ആ ഒരു അനീഷ് ഒരു ചൊറിയനാണ് എന്നെല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഏതോ ഒരു ദിവസത്തെ ഒരു മോർണിംഗ് ടാസ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ഒന്നില്ലാതെ എല്ലാവരും അനീഷിനെ കുറ്റക്കാരനാക്കി, അല്ലെങ്കിൽ അനീഷാണ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞിടം തൊട്ടാണ് അനീഷ് ഒന്ന് ഡൗൺ ആയത് എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണോ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അനീഷിനെ എണീപ്പിച്ച് നിർത്തി പോയ സീസണുകളിലെ അഖിൽമാരാരിനെയും റിയാസിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇതുപോലെയാണോ ആകാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അനീഷ് അവിടെ ഒന്ന് വരേണ്ടതുപോലെ എനിക്ക് തോന്നി. അനീഷിന്റെ ആ ഒരു പണിപ്പുര ടാസ്കിൽ അനീഷ് അന്ന് പ്രശ്നമുണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലിപ്പ് ലാലേട്ടൻ അനീഷിന് കാണിച്ചു കൊടുത്തതും ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. ഏതായാലും കുറച്ച് ദിവസമായിട്ട് അനീഷിന് തണുത്ത മട്ടാണ്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് തണുത്ത മട്ടല്ല, ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അനീഷ്. അതായത് വെറുതെ ഇവന്മാരടുത്ത് കിടന്ന് ചിലയ്ക്കണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ ആ ഒരു ഗെയിം, ബിഗ് ബോസ് ഗെയിമിനെ വളരെ സീരിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഈ ഒരു വീട്ടിൽ അത് അനീഷാണ്. അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം അനീഷ് മാത്രമല്ല, ആ ബിഗ് ബോസ് ഹൗസിൽ റെന ഫാത്തിമയൊക്കെ ഒരു കോമണറാണ്, നെവിൻ ഒരു കോമണറാണ്, അതുപോലെ അബി 2 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം മറ്റുള്ളവരുടെ ഇടയിൽ പോപ്പുലർ ആണെന്ന് ചോദിച്ചാൽ അത്ര പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നല്ല പോപ്പുലർ ആണ് അബി. പക്ഷേ ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് മാറ്റി വെക്കുകയാണെങ്കിൽ വലിയ സീനിയർ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അബിക്കും അങ്ങനെയാണെങ്കിൽ കോമണർ, അല്ലെങ്കിൽ അബി, റെന ഫാത്തിമ, പിന്നെ ആദില ആൻഡ് നൂറ ഒരു സെലിബ്രിറ്റി ആയിട്ടൊന്നും വന്നിട്ടില്ല. ഒരുപാട് വാർത്തകളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്നു, അത് ആ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ അനീഷും ശരിക്കും പറഞ്ഞാൽ പല റിയാലിറ്റി ഷോസിലും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അനീഷും സെലിബ്രിറ്റി ആണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തിട്ടുണ്ട്. വലിയ റീച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ആളും സെലിബ്രിറ്റിയാണ്. അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ അനീഷ് ചെയ്തത് 100% 110% അടിപൊളിയാണ്. അതായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ തന്നെ ഗെയിം കളിക്കട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒറ്റയ്ക്കല്ലേ, ഒരാളെ പോലും കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടടുത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് പറഞ്ഞതിന് ശേഷം ഷാനവാസ് പറഞ്ഞൊരു ഡയലോഗാണ്,
എല്ലാ കാര്യങ്ങളും പറയും. പറഞ്ഞതിന് ശേഷം പിന്നെ പേടിത്തൊണ്ടനെ പോലെ മാറിയിരിക്കുന്നു എന്നൊരു ഡയലോഗ് ഷാനവാസ് പറഞ്ഞു. അത് ഷാനവാസ് അവിടെ ഇവിടെയും ഒളിച്ചിരുന്നിട്ട് അവൻ അങ്ങനെ നോക്കി, ഇവൻ ഇങ്ങനെ നോക്കി, അവിടെ ഇടുന്ന ഡ്രസ്സ് കണ്ടോ, അത് ശരിയല്ല എന്ന് അവിടെ ഇവിടെയും പറയുന്ന ഷാനവാസ് അങ്ങ് മാറിയിരിക്കുക. അനീഷ് ആ കണക്കിന് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കുന്നത് അവിടെ അത്രയും മതി, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ കിടന്ന് അബിയും അപ്പാനിയും അക്ബറും കിടന്ന് ചാടുന്ന കണക്ക് ചാടണോ? വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇന്ന് ടാസ്കിൽ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനീഷ് സൂപ്പറാണ്, 916 തല തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം, ബിഗ് ബോസ് ഹൗസിലുള്ള പലർക്കും, ഇപ്പം ശൈത്യ ആയിക്കോട്ടെ, ബിന്നി ഒഴിച്ച് ഓൾമോസ്റ്റ് ബിന്നിയും അനുമോളും ഒക്കെ ഒഴിച്ച് കുറച്ചധികം പേര് ഇന്നലത്തെ ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അനീഷിനെ ഒരു ഭീരുവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതായത് ഇന്നലെ അനീഷിന് ആ പറയുന്ന ആ ഒരു തലമുണ്ടനം ചെയ്യണം എന്ന് പേടിച്ചിട്ടാണ് അനീഷ് ആ കാർഡിൽ ഉറച്ചു നിന്നത്. ആ ഒന്നാമത്തെ കാർഡ് കിട്ടിയപ്പോൾ തന്നെ, അതായത് ഈ സീസണിൽ അനീഷിന് സൈലന്റ് ആയിരിക്കണം, മിണ്ടാൻ പാടില്ല എന്ന് മാത്രമേ അനീഷ് ആദ്യം കേൾക്കുന്നുള്ളൂ. അതിനുശേഷം കാർഡ് വായിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അനീഷ് അത് വായിച്ചു കൊടുത്തില്ല. അപ്പോൾ അത് ഒരു ജ്യൂസ് കുടിക്കാനായിരുന്നു. അതിനുശേഷം ജിസേലിൻ്റെത് വായിക്കുമ്പോഴാണ് അനീഷ് അറിയുന്നത് തലമുടി മൊട്ടയടിക്കുന്നതാണ് അടുത്ത ടാസ്ക് എന്ന്. അത് അനീഷ് അറിയുന്നത് ജിസേൽ ഉൾപ്പെടെ എല്ലാവരും അറിയുമ്പോഴാണേ. ഇനി അടുത്തത്, ജിസേൽ ഉൾപ്പെടെ എല്ലാവരും അനീഷേ നീ അത് ചെയ്, നീ മൊട്ടയടിക്ക്, നിന്റെ മുടി വീണ്ടും കിളിക്കുമല്ലോ എന്ന്. അതെന്താ ആരും ചെയ്യാൻ പാടില്ലാത്തത്? അതെന്തോ അച്ഛനെ ബാധിക്കും, റിലീജിയസ് പ്രോബ്ലം എന്ന് പറഞ്ഞു. അനീഷ് ഈ പറയുന്ന ഡ്രാമയിൽ ഉൾപ്പെട്ടില്ല. അനീഷ് എന്തിനാ അത്രയും ത്യാഗം ചെയ്യണം? അനീഷ് ത്യാഗം ചെയ്യേണ്ട ഒരു കാര്യം ബിഗ് ബോസിൽ ഇനി മിണ്ടാനേ പോകുന്നില്ല എന്നതൊരു വലിയ ത്യാഗമാണ്. അത് ചെയ്യാൻ ഇപ്പം അനീഷ് മൊട്ടയടിച്ചു എന്ന് വെച്ചോ, ബിഗ് ബോസിൽ ഇനി മിണ്ടാൻ പാടില്ല എന്നുള്ളത് ഈ പറയുന്ന ജിസേലും ആരിനും സ്വീകരിക്കുമായിരുന്നോ? അങ്ങനെ മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആരിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് ഇവരെല്ലാവരും വന്നത്. അത് പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗെയിം കളിക്കുക? അതുകൊണ്ട് അനീഷാണ് ഇന്നലത്തെ ഗെയിമിലെന്നല്ല ഇതുവരെയുള്ള ഗെയിമിൽ. പിന്നെ ഞാൻ ഈ പറയുന്നെങ്കിലും അനീഷിനൊന്നും പിടിച്ച് രാജാവാക്കരുത്. അങ്ങനെ ഒരു വ്യക്തിയെ രാജാവാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ടോക്സിസിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അനീഷ് നല്ല ഗെയിമാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, ആരുടെയും കൂട്ടുപിടിക്കുന്നില്ല, ഒരു സ്ട്രാറ്റജി കാർഡ് ഒന്നും എടുക്കുന്നില്ല, ഒറ്റയ്ക്ക് കളിച്ചു പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒറ്റപ്പെടൽ കാർഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അനീഷ് അതാ ഞാൻ പറഞ്ഞത്, അനീഷ് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നന്നായിട്ട് തന്നെ എല്ലാവരുടെ കൂട്ടുകൂടി എല്ലാവരുടെ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ്. ഇനി ലാലേട്ടൻ വരുമ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും സമീപിക്കുക? ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് അത് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അനീഷേ മോനെ, എന്താ ബിഗ് ബോസ് പറഞ്ഞിട്ട് അനുസരിച്ചില്ലല്ലേ? എന്ത് പറ്റി? എന്താ അനീഷിന് പറ്റിയത്? അനീഷ് അപ്പോൾ പറയും, ലാലേട്ടാ അത് പറയുകയാണെന്ന് വെച്ചാൽ അത് ഞാൻ ആ ഗെയിമിനെ വളരെയധികം സീരിയസ് ആയിട്ട്, ഞാൻ മാത്രമാണ് ആ ഗെയിമിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനെ ആ ഒരു സമയത്ത് പോലും ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു. ബിഗ് ബോസ് ആദ്യം പറഞ്ഞ ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞതിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ബുദ്ധി പ്രയോഗിച്ച് ഞാൻ കളിച്ചു. അതുകൊണ്ടാണ് ഞാൻ വായിക്കാഞ്ഞത്. മലയാളം ബിഗ് ബോസിൽ വരുന്ന വ്യക്തികൾക്ക് മലയാളം പറയാനും വായിക്കാനും എഴുതാനും സാധിക്കണം എന്നുള്ളൊരാവശ്യമുണ്ട്. ഇത് മലയാളം ബിഗ് ബോസ് ആണ്. ആരിന് മലയാളം വായിക്കാൻ അറിയാത്തത് എൻ്റെ പ്രശ്നമല്ല. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. തീർന്നേ. ലാലേട്ടന് മറുപടി ഒന്നും ഇല്ലല്ലേ. ഇനി ലാലേട്ടൻ എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഞാൻ ചുമ്മാ ഒന്ന് ആർട്ടിഫിഷ്യൽ ആക്കിയതാണ്. അപ്പോൾ ഇതാണ് അനീഷ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ്. അതിൽ ഞാൻ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ ലൈവ് എനിക്ക് കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല. എപ്പിസോഡിൽ കണ്ട കാര്യം വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.